ഹായ് ഹലോ നമസ്കാരം, എല്ലാവർക്കും നീതൂസ് ലൈഫ് ഡയറീസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വെള്ളക്കടല വെച്ചിട്ട് ഒരു അടിപൊളി സാലഡാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ള സാലഡാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം വേണ്ടത് ഒരു സവാള, പിന്നെ അതൊരു ചെറിയ സവാള മതി. വലിയ സവാളയാണെങ്കിൽ അതിൻ്റെ ഹാഫ് മതിയാവും. പിന്നെ ഒരു ചെറിയ ടൊമാറ്റോ, ഒരു ചെറിയ ക്യാരറ്റ്, പിന്നെ ഞാൻ എടുത്തിരുന്നത് ഒരു ചെറിയ കുക്കുംബറുമാണ്. ഇതെല്ലാം നല്ല പൊടിയായിട്ട് അരിയുക. ആവശ്യമെങ്കിൽ ഒരു ചെറിയ പച്ചമുളകും കൂടിയിട്ട് അരിയുക. ഈ സാലഡ് ഉണ്ടാക്കാൻ ഈ വെജീസ് മാത്രമല്ല, ഇനി വേറെ ഏതെങ്കിലും വെജിറ്റബിൾസ് എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ക്യാബേജ് എടുക്കാം, അതുപോലെ തന്നെ ക്യാപ്സിക്കം ഒക്കെ എടുക്കാം. അത് ഓരോരുത്തരുടെ ചോയ്സ് അനുസരിച്ചിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് ഒരു പാത്രത്തിൽ ഈ സാലഡ് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡ്രസ്സിങ് തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു 3-4 ടേബിൾ സ്പൂൺ കട്ട തൈര് എടുക്കുക. പുളിയില്ലാത്ത തൈര് വേണം എടുക്കാനായിട്ട്. അടുത്തതായി വേണ്ടത് ഒരു ടീസ്പൂൺ ജീരകം പൊടിച്ചതും പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതുമാണ്. ഇനി വേണ്ടത് കുറച്ച് പിങ്ക് സോൾട്ടാണ്. പിങ്ക് സോൾട്ട് അതായത് നമ്മുടെ ഇന്ദുപ്പാണ്. ഇന്ദുപ്പ് കുറച്ചിടുക, നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ഇടുക. ഇതിൽ പിന്നെ അവസാനമായി ചേർക്കേണ്ടത് 2 ടീസ്പൂൺ വരെ നമുക്ക് ഒലീവ് ഓയിൽ ചേർക്കാം. ഇനി നന്നായിട്ട് അതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് അത് മിക്സ് ആവണം. അങ്ങനെ നമ്മുടെ സാലഡിനുള്ള ഡ്രസ്സിങ് ഇവിടെ തയ്യാറായിരിക്കുകയാണ്. ഇനി നമുക്കിതിൻ്റെ പ്രിപ്പറേഷനിലോട്ട് പോവാം. ഒരു ബൗൾ എടുത്തിട്ട് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറികൾ എല്ലാം നമ്മൾ അതിനകത്ത് ഇടാം. അതിൻ്റെ മുകളിൽ നമുക്ക് ഈ ഡ്രസ്സിങ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. പിന്നീട് നമുക്ക് അതിനകത്ത് വെള്ളക്കടല ചേർക്കാം. എന്നിട്ടും വീണ്ടും മിക്സ് ചെയ്യാം. ലാസ്റ്റ് നമുക്ക് മാതള നാരങ്ങ ചേർക്കാം. ഞാൻ ഒരു മാതള നാരങ്ങയാണ് ഇതിനകത്ത് ഇട്ടത്. ഇത് കഴിക്കുമ്പോൾ ഒരു ചെറിയൊരു മധുരത്തിന് വേണ്ടിയിട്ടാണ് നമ്മളത് ചേർക്കുന്നത്. മാതള നാരങ്ങ ഇല്ലെങ്കിൽ ഏതെങ്കിലും ബെറീസ് ആയാലും മതി. അതായത് ബ്ലൂബെറിയോ ബ്ലാക്ക്ബെറിയോ സ്ട്രോബെറിയോ അങ്ങനെ ഏതെങ്കിലും ബെറീസ് ആയാലും നല്ലതായിരിക്കും. ഇനി ബെറീസ് ഇല്ലെങ്കിലും സാരമില്ല, നല്ല മധുരമുള്ള മുന്തിരി മുറിച്ചിട്ടാലും മതിയാവും. അതും നല്ല കോമ്പിനേഷൻ തന്നെയാണ്. ഏത് ഫ്രൂട്ട് എടുത്താലും നല്ല മധുരമുള്ളത് വേണം നോക്കിയിടാൻ. എന്നാലേ നമ്മുടെ സാലഡിന് ഇത്തിരി ടേസ്റ്റും ഉണ്ടാവുള്ളൂ. വളരെ ഹെൽത്തി ആയിട്ടുള്ള സാലഡാണ്. ഹെൽത്തി ഡയറ്റൊക്കെ നോക്കുന്നവരാണെങ്കിൽ ഈ ചിക്ക് സാലഡ് നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്യുക. വെയിറ്റ് ലോസിനും പറ്റിയ ഒരു അടിപൊളി സാലഡാണ് ഇത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അതും ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും സൈനിങ് ഓഫ് വിത്ത് ലവ് ഫ്രം നീതു ശ്രീജിത്ത്.